ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ IQ13 ഒരു റിവ്യൂ ആണ്. നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു മാസം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു യൂസർ എക്സ്പീരിയൻസ് റിവ്യൂ ആണ്. നമ്മൾ എന്താ പറയുക, വലിയ ക്രിയേറ്ററുടെ പോലെ പ്രൊഫഷണൽ ആയിട്ടുള്ള സംഭവം എന്ന് പറയാം. നിങ്ങളൊരു നോർമൽ യൂസർ ആണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഫോണിൻ്റെ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ റിവ്യൂ ചോദിച്ചു കഴിഞ്ഞാൽ പറയാം. അതുപോലെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. പ്യുവർലി ബേസ്ഡ് ഓൺ നമ്മുടെ നോർമൽ പ്രാക്ടിക്കൽ യൂസർ എക്സ്പീരിയൻസ്, അങ്ങനെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഭയങ്കര കിടിലൻ എഡിറ്റിങ്ങും സംഭവങ്ങളൊന്നും ഞാൻ നോർമലി ഇടാറില്ല. എന്ന് വെച്ചാൽ ഞാൻ നോർമലി അങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യാറെന്ന് വെച്ചാൽ ബാക്കി എല്ലാവരും ഭയങ്കര പ്രൊഫഷണലായിട്ട് നമ്മുടെ നോർമൽ സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെ 5-10 എഡിറ്റ്സും 5-10 ഷോർട്സുകളും ഒക്കെ ഡിഫറൻറ്റ് സൈഡിൽ നിന്നൊക്കെ എടുത്തിട്ട് ഒന്നാമത് അവർക്ക് ഡിഫറെൻറ്റ് ടീമുകൾ മൾട്ടിപ്പിൾ ടീംസുകളുണ്ട്. ചിലപ്പോൾ ഒരു യൂസ് ചെയ്യുന്ന പോലെ ഉണ്ടാവില്ല, ചിലപ്പോൾ വല്ല ടീം മെമ്പറായിട്ട് യൂസ് ചെയ്യുന്നത് അങ്ങനെ അനുസരിച്ചായിരിക്കും നോർമലി ഇടുക. അത് ഡിപ്പെൻസ് ആണ്, അത് പോട്ടെ. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മളിത് യൂസ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു മാസം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങൾ ഒരു 55,000 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 12GB 250GB വേരിയൻറ്റ്. ഇത് പുതിയതായിട്ട് ഇറങ്ങിയ അവരുടെ മോഡലായിരുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു 3-4 മാസമായിട്ടുള്ളൂ കൊണ്ട് ഇറങ്ങിയിട്ട് ഈ കളർ ഗ്രീൻ. അപ്പോൾ ഈ കൊല്ലം തന്നെ ഇതിൻ്റെ IQ15 വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ പ്രൈസ് കൂടും. അതിൽ വരാൻ പോകുന്നത് നമ്മുടെ വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല എന്നാണ് കേട്ടത്. എന്താ വെച്ചാൽ ഇതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല എന്നാണ് കേട്ടത്. പ്രൊസസ്സർ മാത്രം മാറുന്നുള്ളൂ എന്നാണ് കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പക്ഷേ പ്രൈസ് കൂടാനും ചാൻസ് ഉണ്ട്. മിക്കതും 60-65 റേഞ്ചിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു 55,000 രൂപയ്ക്ക് എന്ന് വെച്ചാൽ ഇതിന് വലിയ ഓഫറും കാര്യങ്ങളൊന്നും വരുന്നില്ല. നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാലും കിട്ടുക 55,000 തന്നെ കിട്ടുക. എന്ന് വെച്ചാൽ ആകെ ആമസോൺ കാർഡിന് മാത്രം ഡിസ്കൗണ്ട്. നിങ്ങൾക്ക് ആമസോൺ പേ ബാലൻസ് ആയിട്ട് ക്യാഷ് ബാക്ക് കിട്ടും. അല്ലാണ്ട് വേറെ ഒറ്റ കാർഡിനും ഇതിന് ഡിസ്കൗണ്ട് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നിങ്ങളിപ്പോൾ എവിടെ നിന്ന് വാങ്ങിക്കുന്നത്? അത് IQ നമ്മുടെ ആമസോണിൽ മാത്രമാണ് നമുക്ക് സെല്ലറായിട്ട് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഇത് ഡയറക്റ്റ് 55,000 തന്നെ കിട്ടുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാൻ വന്ന കാരണം, ഇത് ഗ്രീൻ കളർ മോഡലാണ്. ഇതിന് നമുക്ക് സ്ക്രീൻ ഗ്യാപ്പ് ഇഷ്യൂ കാണുമൊന്നുമില്ല. നമ്മുടെ ഒരു ലേറ്റസ്റ്റ് ആദ്യം ഒരു ലോഞ്ച് ചെയ്ത സമയത്ത് അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ മെയിനായിട്ട് എടുത്ത് പറയാൻ കാരണം. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ റിവ്യൂലേക്ക് കിടക്കാം. നമ്മളൊരു ക്യുക്കായിട്ട് എത്രയും പെട്ടെന്ന് പറഞ്ഞ് തീർക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറാണെങ്കിൽ എൻ്റെ പേര് അജയ്. ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക് ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ, മറക്കണ്ട. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. എന്തായാലും നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മൾ പറയാൻ പോകുന്ന ഡിസ്പ്ലേയുടെ കാര്യത്തിനാണ്. ഞങ്ങളെ കാണിച്ചു തരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. നല്ല കിടിലൻ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. നമുക്ക് ഗെയിമിങ്ങിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന 6.82 ഇഞ്ചിൻ്റെ 2K ഡിസ്പ്ലേ ആണ് വരുന്നത്. നമുക്ക് എല്ലാ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്കിതിൽ. അതുപോലെ തന്നെ നമുക്ക് HPM ബ്രൈറ്റ്നസ്, അതായത് ഹൈ ബ്രൈറ്റ്നസ് വരുന്നത് 1800 നിറ്റ്സ് ആണ്. പീക്ക് ബ്രൈറ്റ്നസ് 4800 വരുന്നുണ്ട്. അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അത് ജസ്റ്റ് ഒരു ഗിമ്മിക്ക് വേണമെങ്കിൽ പറയാം. HDR മാത്രമേ അത് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ HBM മാത്രം നോക്കിയാൽ മതി. അത് 1800 വരുന്നുണ്ട്. നല്ല ഡിസ്പ്ലേ തന്നെയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ സൺലൈറ്റ് പോയാലും സംഭവത്തിന് ഇഷ്യൂസും വരില്ല. ഗെയിമിങ്ങിനൊക്കെ 144 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ നമുക്ക് 2K സപ്പോർട്ടും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു ഹൈ ക്വാളിറ്റി ഡിസ്പ്ലേ എന്ന് തന്നെ പറയാം. ഞാൻ ആക്ച്വലി നമ്മുടെ ഒരു ഷോർട്സ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ Vivo X200 Proൻ്റെ ഡിസ്പ്ലേ ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി പഞ്ചിനെസ്സും കാര്യങ്ങളൊക്കെ വരും. നമുക്ക് ഫീൽ ചെയ്ത് ഈ ഡിസ്പ്ലേ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മെയിൻ പറയാൻ കാരണം, ഞാൻ ഒരു പോയിന്റ് ഇവിടെ പറയാൻ വന്നിട്ടുണ്ടായിരുന്നു. L1 സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. 10 ബിറ്റ് അതുപോലെ തന്നെ HDR10 സപ്പോർട്ട് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് എന്തായാലും ഇതിൽ സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയാം. അടുത്ത സോഫ്റ്റ്വെയർ ഫൺ ടച്ച് OS ആണ്. നിങ്ങൾക്ക് അറിയാം 15 ആണ് വരുന്നത്. 4 കൊല്ലത്തെ 4+5 ഇയർ അപ്ഡേറ്റ് ആണ് അവർ പോളിസി കൊണ്ടുവന്നിരിക്കുന്നത്. കറക്റ്റായിട്ട് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. നിങ്ങൾക്ക് അറിയാം Vivo തന്നെയാണ് IQ. അപ്പോൾ അതിൽ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. കറക്റ്റായിട്ട് നമ്മൾ റെഗുലറായിട്ട് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ചെറുതായിട്ട് ബഗ്ഗുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ ഓൾറെഡി Vivo യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. ഫൺ ടച്ച് OSൻ്റെ ഇഷ്യൂ അതാണ്. ചില സമയത്ത് ബഗ്ഗുകളും കാര്യങ്ങളൊക്കെ വരും. പിന്നെ യൂസർ എക്സ്പീരിയൻസ് ഒരു ആവറേജ് എന്നാ പറയാമല്ലോ. പക്ഷേ ഹൈപ്പർ OSനെക്കാട്ടും അങ്ങനത്തെ ബാക്കിയുള്ള കുറേ OSനെക്കാട്ടൊക്കെ വൻ ബെറ്ററാണ്. അതുപോലെ തന്നെ ഒരു ബെറ്ററായി വരുന്നുണ്ട്. അപ്പോൾ അതെടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതാണ് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ നമുക്ക് ഇനി ക്യാമറയിലേക്ക് പോകാം. ക്യാമറയുടെ ഞാൻ കുറച്ച് ഷോട്ടുകളൊക്കെ കാണിച്ചു തരാം. നമ്മൾ ആക്ച്വലി പുറത്താണ്, വീട്ടിലല്ല, ഒരു ഹോട്ടലാണ്. അപ്പോൾ ഞാൻ അവിടുത്തെ കുറച്ച് ഷോട്ടുകളും ലോങ് ഷോട്ടുകളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മൂന്ന് സെൻസർ വരുന്നുണ്ട്. 50 മെഗാപിക്സലിലെ 3 സെൻസറാണ് വരുന്നത്. അത്യാവശ്യം നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നോക്കുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു റിയൽ ലൈഫ് കളർ പ്രൊഫൈലാണ് ആക്ച്വലി ഇവർ തരുന്നത് കേട്ടോ. നമ്മുടെ പണ്ടത്തെ ഐഫോണിലൊക്കെ വരാറില്ലേ, അതേപോലെ തന്നെ ഒരു റിയൽ ലൈഫ് ഭയങ്കര ബൂസ്റ്റിംഗ് ഒന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് എഡിറ്റ് ഒക്കെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ റിയൽ ലൈഫ് ആയിട്ടുള്ള കളറാണ് സംഭവം തരുന്നത് കേട്ടോ. അതുപോലെ തന്നെ പ്രൊസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് പെർഫോമൻസിലേക്ക് സെക്ടറിലേക്ക് കിടക്കാം. അപ്പോൾ സ്നാപ്ഡ്രാഗൺ 8 ആണ്. അതുപോലെ തന്നെ ഇവരുടെ തന്നെ ഒരു Q2 ചിപ്പും എക്സ്ട്രാ വരുന്നുണ്ട് ഫോർ പെർഫോമൻസ്. അതുകൊണ്ട് തന്നെ ഗെയിമിംഗ് ഒക്കെ ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങൾക്ക് 144 ഹെർട്സ് ഒക്കെ എന്താ പറയുക FPS ഒക്കെ കിട്ടുന്നുണ്ട് ഗെയിമിങ്ങിലൊക്കെ. അപ്പോൾ ഞാൻ ഭയങ്കര ഹെവി ഗെയിമൊന്നും കളിക്കാറില്ല. പക്ഷേ ഞാൻ കുറച്ചൊക്കെ ഇത് വാങ്ങിച്ച ശേഷം ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കളിച്ച് നോക്കിയിരുന്നു. പക്ഷേ
ഒരു ഇഷ്യൂസും കാണാനൊന്നുമില്ല. ഹീറ്റിങ്ങും ഒരു ഞാൻ തീരെ നോട്ടീസ് ചെയ്തില്ല. ഞാൻ നോർമൽ വാം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെടുത്ത് പറയേണ്ട കമ്പാണ്. ഗെയിമിംഗ് ഒക്കെ പ്രത്യേകിച്ച് എൻ്റെ ഡിസ്പ്ലേ ഒക്കെ ഗെയിമിങ്ങിന് വേണ്ടി ഉണ്ടാക്കിയെന്താ ഭയങ്കര ഫ്ലാറ്റും അത്യാവശ്യം നല്ല വീതിയൊക്കെ ഉണ്ടായിട്ട് അതുകൊണ്ട് തന്നെ മീഡിയ കൺസപ്ഷൻ ആയിക്കോട്ടെ ഒക്കെ സൂപ്പറാണ്. അത് എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. പിന്നെ നമുക്ക് ഇനി അടുത്തത് നമുക്ക് ബാറ്ററി ആൻഡ് ചാർജിങ്ങിലേക്ക് പോകാം. ബാറ്ററി 6000 mAh ബാറ്ററിയാണ് വരുന്നത്. നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരു നോർമൽ യൂസർ ആണെങ്കിൽ തന്നെ 1.5 days ഒക്കെ കിട്ടുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ ഒരു 12 to 11 hour സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ വരുന്നത് നമ്മുടെ ഈ 120 watts ഒരു കിടിലൻ ചാർജറാണ്. ഈ ചാർജറിന് തന്നെ നമുക്ക് 4000 രൂപ കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് എക്സ്ട്രാ വാങ്ങിക്കാൻ പറ്റും. ഈ ചാർജറിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമുക്കിത് എല്ലാ ചാർജിങ് ടെക്നോളജിയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ OnePlus ആയിക്കോട്ടെ, ഫോൺ Vivo ആയിക്കോട്ടെ, Oppo ആയിക്കോട്ടെ, PD ചാർജിങ് ഉള്ള നോർമൽ ഫോൺ ആയിക്കോട്ടെ, എല്ലാം ഈ സാധനം കൊണ്ട് ചാർജ് ചെയ്യാം. ലാപ്ടോപ്പ് ആയിക്കോട്ടെ, ഇതെല്ലാം ഇതുകൊണ്ട് ചാർജ് ചെയ്യാം. അതാണ് ഈ ചാർജറിൻ്റെ ഒരു ഗുണം. Type-C to Type-C ആണ്. നമ്മുടെ OnePlus-ലോ Oppo-ലോ നിങ്ങൾക്ക് തരുന്ന പോലെ തന്നെ ഇവരുടെ Type-A to Type-C ചാർജിങ് ടെക്നോളജി വരുന്ന മോഡൽ Vivo-അടക്കം X1 Pro-ലൊക്കെ എൻ്റെ സാധാ നമ്മുടെ ഇവരുടെ എന്താ പറയുക വൂക്ക് ചാർജിങ് ആ സംഭവമാണ്. അത് ജസ്റ്റ് പേര് മാറ്റി കൊടുത്തേക്കുന്നതാണ്. അതല്ല ഇതിൽ വരുന്നത്. അതൊരു ഹൈലൈറ്റ് ആണ് ശരിക്കും. ഈ ഒരു സാധനം ബ്രിക്ക് എല്ലാം അറ്റ്ലീസ്റ്റ് X2 X സീരീസ് ഫോണുകൾക്കൊക്കെ ഇങ്ങനെ Vivo കൊടുക്കണം. Oppo ആയിക്കോട്ടെ, അത് അവരെന്താ ചെയ്തേക്കെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഈ സാധനം അതൊരു പ്രത്യേക ഹൈലൈറ്റ് തന്നെയാണ് കേട്ടോ. ഇവരുടെ ഇതെല്ലാ ചാർജിങ് സപ്പോർട്ട് കാറിലൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം സൈസ് ഉണ്ട്. എന്നാലും നമുക്ക് എല്ലാത്തിനും ഉപയോഗിക്കാം. അത് 120 വാട്ടിൻ്റെ സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ എടുത്ത് പറയേണ്ട സംഭവമാണ്. പെട്ടെന്ന് തന്നെ ഫുൾ ആവുന്നുണ്ട്. മാക്സിമം നോക്കിക്കഴിഞ്ഞാൽ ഒരു 45 to 50 മിനിറ്റിലൊക്കെ നമുക്ക് ഫുൾ ചാർജ് കിട്ടും. നോർമലി ഒരു അരമണിക്കൂർ വെച്ചാൽ മതി. അപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഫുൾ ആവുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഇനിഷ്യൽ ചാർജിങ് കാറായിരിക്കും ചെറിയ ടൈം എടുക്കാറുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് പറയാനുള്ളത് ബിൽഡ് ക്വാളിറ്റിയാണ്. ഫുൾ ഗ്ലാസ് സാൻഡ്വിച്ചാണ് വരുന്നത്. എന്താ പറയുക, ഷോർട്ട് സെൻസേഷൻ ആൽഫ എന്നൊരു പ്രൊട്ടക്ഷനാണ് ഇവരുടെ തന്നെയാണത്. അതാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഞാൻ ഇതിൽ ഓൾറെഡി ഇൻബിൽഡായിട്ട് സ്ക്രീൻ കാർഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒറ്റ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഇതിലായിട്ട്. ഞാൻ നോർമലി വേറൊരു കേസ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനത്തെ ഒരു കേസ് ഞാൻ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഇവരുടെ കൂടെ അതിൻ്റെ കൂടെ കിട്ടിക്കുന്നത് നോർമൽ ട്രാൻസ്പാരൻറ്റ് കേസാണ്. പിന്നെ നമുക്ക് പറയാനുള്ളത്, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ഗ്ലാസ് തന്നെയാണ്, രണ്ട് സൈഡിലും ഗ്ലാസ് തന്നെയാണ് വരുന്നത്. പക്ഷേ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. പറയുമ്പോൾ നമുക്കിതിൽ 220 gram സംതിങ് റേഞ്ചിൽ ഓൾമോസ്റ്റ് ഒരു നോർമൽ ഒരു വെയിറ്റ് വരുന്നുണ്ട്. പക്ഷേ അത് ഫീൽ ചെയ്യില്ല. അത് ഇവരുടെ ഒരു എന്താ പറയുക ഒരു ബിൽഡ് ക്വാളിറ്റി ഹാക്കി എന്താ പറയുക, മെയിനായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ക്യാമറ ഭയങ്കരമായിട്ട് ബൾജിങ് ആളൊന്നും വരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം നമുക്ക് തീരെ തോന്നില്ല കേട്ടോ. ഒരു 150 gram തോന്നുള്ളൂ സാധനം. അതെടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഓവറോൾ നിങ്ങളൊരു ഈ പ്രൈസ് റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു കിടിലനായിട്ടുള്ളൊരു പ്രത്യേകിച്ച് ബിഗ് ഡിസ്പ്ലേ എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഈ കാറ്റഗറിയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോർമലി എന്താ പറയുക കോമ്പാക്ട് ഫോണിൽ അഞ്ഞ് കിട്ടുള്ളൂ. ഈ പ്രത്യേകിച്ച് ഈ സ്നാപ്ഡ്രാഗൺ 888 വെച്ച് വരുന്നത്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് വലിയ ഫോണുകൾ നോക്കി കഴിഞ്ഞാൽ എന്തായാലും ഇതിനൊരു പ്രൈസ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഹൈലി റെക്കമെൻഡ് ചെയ്ത ഒരു ഫോൺ എന്ന് വേണമെങ്കിൽ പറയട്ടെ സാധനം. എനിക്ക് ആക്ച്വലി ഞാൻ എൻ്റെ പ്രൈമറി ഫോണായിട്ട് ഉപയോഗിക്കുന്ന X1 Pro ആണ്. അപ്പോൾ അതിൻ്റെ ആയിട്ട് എനിക്ക് നോക്കുമ്പോൾ ആകെ ഒരു പ്രോബ്ലം എന്ന് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ രണ്ടും വൺ ടച്ച് വോയിസ് തന്നെയാണല്ലോ. അപ്പോൾ ഒരേ യൂസർ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അത് മാത്രമേ എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയുള്ളൂ. പക്ഷേ അല്ലാത്ത പക്ഷം ഞാനിപ്പോൾ ഇത് സെക്കൻഡായിട്ട് ഉപയോഗിക്കുന്നതാണ് ഞാൻ പറഞ്ഞിട്ടാ. പിന്നെ അതിൽ നമുക്കൊരു ലൈറ്റിംഗ് ആളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതുമേ ഹലോ മോസ്റ്റ് ആൻഡ് ഹലോ എന്നൊക്കെ ഒരു പേര് പറയുന്നത്. ഓൾമോസ്റ്റ് എല്ലാ സംഭവത്തിലും ഇത് കത്തുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ നമ്മുടെ ഹാപ്റ്റിക്കും നല്ല ഹാപ്റ്റിക് തന്നെയാണ്. അത് എടുത്ത് പറയേണ്ടതാണ്. പ്രത്യേകിച്ച് അപ്ഡേറ്റിൽ ഇവർ കുറേ സംഭവങ്ങളൊക്കെ പുഷ് ചെയ്ത് വരുന്നുണ്ട് ലേറ്റസ്റ്റ് അപ്ഡേറ്റിലൊക്കെ. അതായത് നമ്മുടെ എന്താ പറയുക ഇതിൻ്റെ ഞാൻ കാണിച്ചുതരാം. എന്താ ഇതിൻ്റെ ഇതാണത് നമ്മുടെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആണ്. കണ്ടോ, ഈ സെയിം സാധനം നമ്മുടെ X1 Pro-ലൊക്കെ ഉണ്ട്. പക്ഷേ ഇതിലവർ കുറേ അപ്ഡേറ്റ്സുകളും അതുപോലെ തന്നെ ഈ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നോട്ടിഫിക്കേഷൻ വരുന്ന സപ്പോർട്ട് ചെയ്യുന്ന ആപ്പുകളിലൊക്കെ കുറേ അപ്ഡേറ്റ് ത്രൂ ഒരു ഇഷ്ടം പോലെ സംഭവങ്ങൾ പുഷ് ചെയ്യുന്നുണ്ട്. അൾട്രാസോണിക് ഫിംഗർ പ്രിൻ്റാണ്, ഭയങ്കര ഫാസ്റ്റാണ്. കണ്ടു, ഞാൻ ഇതിൻ്റെ ഐക്കണൊന്ന് മാറ്റിയിട്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെ കണ്ടു. പക്ഷേ ഭയങ്കര ഫാസ്റ്റാണ് കേട്ടോ. കറക്റ്റ് പൊസിഷനിലാണ്. എന്താ എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. നല്ല ബിൽഡ് ക്വാളിറ്റി, നല്ല ഓവറോൾ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഹോൾഡ് തരുന്നൊരു ഫോണാണ് കേട്ടോ. പറയുമ്പോൾ അത്യാവശ്യം വീതി ഉണ്ട് കണ്ടോ. ഗെയിമിംഗ് സെൻറ്ററൊക്കെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വീതി ഉണ്ട്. പക്ഷേ നല്ലൊരു ഹോൾഡ് കാര്യങ്ങൾ തരുന്നുണ്ട്. സ്ലിപ്പറി അല്ല. X1 Pro സ്ലിപ്പറി അല്ല. പിന്നെ ഇപ്പോൾ 13S ആയിക്കോട്ടെ, അതും സ്ലിപ്പറിയാണ്. നമ്മുടെ X200 FE ആയാലും ഈ റേഞ്ചിൽ വരുന്ന ബാക്കി എല്ലാ ഫോണും സ്ലിപ്പറി. ഈ സാധനം സ്ലിപ്പറി അല്ല. അതാണ് ഞാൻ എടുത്ത് പറയാൻ കാരണം കേട്ടോ. പിന്നെ ഇതൊരു മിൻറ്റ് കളർന്നാ പറയാൻ പറ്റുള്ളൂ. ഗ്രീൻ എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല. പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കളറാണ്. ഞാൻ പറഞ്ഞോളൂ ഇങ്ങനത്തെ സാധനം ഉപയോഗിക്കണം. എന്ന് വെച്ചാൽ എനിക്ക് ഫുള്ളി കവർ ചെയ്യുന്നത് അത്രയ്ക്ക് ഇഷ്ടമല്ല. ഞാൻ എല്ലാ ഫോണും ഇങ്ങനത്തെ തന്നെ ഉപയോഗിക്കാറ്. പിന്നെ നമുക്ക് സിം സപ്പോർട്ടും കാണുന്നു, ഇഷ്യൂസും കാണുന്നില്ല. വൈഫൈനായിക്കോട്ടെ ഇഷ്യൂസൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടുത്തെ വൈഫൈ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. കണ്ടു, ഹോട്ടലിൻ്റെ വൈഫൈന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇഷ്യൂസും കാണുന്നൊന്നും വരുന്നില്ല. നെറ്റ് റേഞ്ച് ആയിക്കോട്ടെ കണ്ടു, നല്ല സ്പീഡ് കിട്ടുന്നുണ്ട്. ഇതിൽ ഞാൻ BSNL ഇട്ടേക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ ഉണ്ട് ഫുൾ റേഞ്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഓവറോൾ ഒരു കിടിലൻ എന്താ പറയുക ഒരു ഹൈ പെർഫോമൻസ് ഫോൺ അണ്ടർ 55,000 അല്ലെങ്കിൽ 50,000 എന്ന് വേണമെങ്കിൽ പറയാം. 55,000 ആണ് ഓഫറൊന്നും ഇല്ലെങ്കിൽ. അപ്പോൾ 55,000 എന്ന് വേണമെങ്കിൽ പറയാം.
ഹൈലി റെക്കമെൻഡ് ആണ്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ ഒരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു ഓവറോൾ പാക്കേജ് 2-3 കൊല്ലത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ IQ13 കണ്ണും പൂട്ടിയെടുക്കാട്ടെ. എന്താ വെച്ചാൽ പിന്നെ സർവീസ് പറയേണ്ട ആവശ്യമില്ലല്ലോ, വിവോൻ്റെ തന്നെയാണ്, സെയിം ആണ്. IQ13 അവരുടെ ഹൈ എൻഡ് ഡിവൈസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ വിവോൻ്റെ X200 പ്രോൻ്റെ X സീരീസ് ഫോണുകൾക്ക് വരുന്ന സപ്പോർട്ടാണ് ഇതിന് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രീമിയം സർവീസാണ് കിട്ടുന്നത്. അപ്പോൾ ഓവറോൾ കിടലൻ എക്സ്പീരിയൻസ് ആണ്, ഹൈലി റെക്കമെൻഡ്. അതുപോലെ തന്നെ ഞാൻ ഇത് കൊടുക്കുന്നുണ്ട്. അതിനുള്ള ഇൻട്രസ്റ്റ് തന്നെ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. വാട്സാപ്പ് നമ്പറിലേക്ക് താഴെ കോൺടാക്ട് ചെയ്താൽ മതി. IQ13 എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്തില്ലാണോ?